ചെന്നൈ ആട്ടം തുടരുകയാണ്. ആൽബർട്ടോ നെഗുവേരയ്ക്കും മുഹമ്മദ് അലി ബമാമറിന് ശേഷം ചെന്നൈയിൻ എഫ് സി ഇപ്പോൾ 2 സൈനിങ്ങുകൾ നടത്തി കഴിഞ്ഞു. സ്പാനിഷ് സെൻട്രൽ ഫോർവേഡിനെയും അതുപോലെ തന്നെ ഒരു ബ്രസീലിയൻ സെൻട്രൽ ബാക്കിനെയുമാണ് ചെന്നൈ ടീമിൽ എത്തിച്ചിരിക്കുന്നത്. ചെന്നൈയിൻ എഫ് സി മുന്നേറ്റ നിരയിലേക്ക് കൊണ്ടുവന്നൊരു സ്പാനിഷ് സ്ട്രൈക്കറാണ് ഇനിഗോ മാർട്ടിൻ. അപ്പോൾ ആൾക്കൊരു 26 വയസ്സുള്ളൂ. അപ്പോൾ യങ് ആയിട്ടുള്ളൊരു സ്ട്രൈക്കറെ തന്നെയാണ് ചെന്നൈയിൻ എഫ് സി കൂടാരത്തിൽ എത്തിച്ചിരിക്കുന്നത്. സ്പെയിനിന് പുറമെ ജോർജിയ, ആൻഡോറ ഈ രാജ്യങ്ങളിലെ ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടിയും ഈ താരം കളിച്ചിട്ടുണ്ട്. മുന്നേറ്റ നിരയിലേക്ക് നല്ലൊരു സൈനിങ് തന്നെയാണ് ചെന്നൈയിൻ എഫ് സി നടത്തിയത്. അതിനു പുറമെ ബ്രസീലിയൻ സെൻറ്റർ ബാക്കായ എഡ്വേർഡ് കൗ എന്ന സെൻറ്റർ ബാക്കിനെയും കൂടി ചെന്നൈയിൻ എഫ് സി ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 27 വയസ്സുള്ള 6 അടി 3 ഇഞ്ച് ഉയരക്കാരനായ ലെഫ്റ്റ് ഫുട്ട് ഡിഫൻഡറെയാണ് ചെന്നൈയിൻ എഫ് സി ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പോർച്ചുഗൽ, ഇന്തോനേഷ്യ, തായ്ലാൻഡ് എന്നീ രാജ്യങ്ങളിൽ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള വളരെ മികച്ചൊരു താരത്തെ തന്നെയാണ് ചെന്നൈയിൻ എഫ് സി ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ 2 സൈനിങ്ങോട് കൂടി വിദേശ താരങ്ങളുടെ സ്ലോട്ട് ഫുള്ളാക്കിയിട്ടുണ്ട്. ഈ 2 സൈനിങ്ങിന് മുമ്പ് ആൽബർട്ടോ നെഗുവേര അതുപോലെ തന്നെ മുഹമ്മദ് അലി ബമാമർ എന്ന 2 ISL എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളെയും ഇതിനു മുമ്പ് ചെന്നൈ സ്വന്തമാക്കിയിരുന്നു. അതിന് പുറമെ എൽസീനോയും ചീമയും ചെന്നൈ ക്യാമ്പിലുണ്ട്. അപ്പോൾ ഇതുപോലത്തെ മികച്ചൊരു വിദേശ സ്കോഡും അതുപോലെ തന്നെ ഇന്ത്യൻ സ്കോഡുമായിട്ടാണ് ISLലെ പുതിയ സീസണിലേക്ക് ചെന്നൈയിൻ എഫ് സി ബൂട്ട് കെട്ടുന്നത്. അപ്പോൾ ഇക്കൊല്ലം മികച്ചൊരു ടീമാണ് ചെന്നൈയിൻ എഫ് സി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക.